നമസ്കാരം. ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചാൽ ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. ഭഗവാന്റെ അനുഗ്രഹത്താൽ തന്റെ ഭക്തർക്ക് ഉചിതമായ സമയത്ത് ഉചിതമായ കാര്യങ്ങൾ എത്തിച്ച് നൽകുവാൻ സാധിക്കുന്നതുമാണ്. അത്തരത്തിൽ ഭഗവാന്റെ ചില ഭക്തർക്ക് തങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ ഈ വീഡിയോ ഭഗവാന്റെ ഭക്തരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നതിന് മുൻപ് മാത്രം വന്നു ചേരുന്ന വീഡിയോ എന്ന പ്രത്യേകതയുണ്ട്. ഇത് പൊതുഫലമാണ്, അതായത് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അല്ലാത്തവ നിങ്ങൾ വിട്ടുകളയുക. ഇനി ജീവിതത്തിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന ആ അനുഗ്രഹം, ആ അത്ഭുതങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശദമായി തന്നെ അറിയാം. മറ്റുള്ളവർ നിങ്ങളെ അറിഞ്ഞുകൊണ്ട് ചതിച്ചതായി ഇവിടെ കാണുന്നു. അല്ല, ഒന്നിലധികം പേർ, ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾ ആകാം, ആരുമാകാം. ജീവിതത്തിൽ അവർ നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഒരു എനർജിയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഒരുപാട് ശ്രമിച്ച് നേടിയ കാര്യങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനം വിഫലമാക്കി മറ്റുള്ളവർ തട്ടിയെടുക്കുകയോ അവ നേടിയെടുത്ത് അവ അവരുടേതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് അവരുടെ പേരിലാക്കി പലരും നിങ്ങളെ ചതിച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം. നിങ്ങൾക്ക് അർഹത ഉണ്ടായിട്ടും നിങ്ങൾക്കത് ലഭിക്കുന്നില്ല. മറ്റുള്ളവർ, അല്ലെങ്കിൽ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരോ, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ അനർഹരായ ചില വ്യക്തികൾ, ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളിൽ നിന്നും അത് സ്വന്തമാക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഒരു നിമിഷം ഓം നമഃശിവായ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതെല്ലാം കാരണം നിങ്ങളിൽ ചിലർ, എല്ലാവരുമല്ല, ചിലർ ഒരുപാട് നാൾ ദുഃഖിച്ചിരുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ നിങ്ങൾ അറിയണം, ഭഗവാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ കണ്ണീരിനും നിങ്ങളാൽ നെഞ്ചുനീറലിനും അഥവാ നിങ്ങളുടെ മനസ്സ് പൊട്ടുന്നതായ സാഹചര്യങ്ങൾ ആരാണോ വരുത്തിവെച്ചത് അവർക്ക് തിരിച്ചടി ലഭിക്കുവാൻ സമയമായി എന്നാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. അവർ ഇപ്പോൾ ചിലപ്പോൾ വലിയ ഉയരങ്ങളിൽ എത്തിയിട്ടുണ്ടാകാം. എന്നാൽ ഭഗവാൻ അവർക്ക് തിരിച്ചടി നൽകുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ ചിലപ്പോൾ നിസ്സഹായരായി പലപ്പോഴും നിന്നിട്ടുണ്ടാകാം. ഒന്നും ചെയ്യാൻ സാധിക്കാതെ, ഒരക്ഷരം മറുത്തു പറയാൻ സാധിക്കാതെ നിങ്ങൾ നിന്നിട്ടുണ്ടാകാം. എന്നാൽ നിങ്ങൾ അനുഭവിച്ചതിനൊക്കെ ഇരട്ടിയായി ഇനി ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം ഭഗവാൻ, നിങ്ങളല്ല ഭഗവാൻ തന്നെ അവർക്ക് തിരിച്ചടി നൽകും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അവരുടെ പതനം ആരംഭിച്ചിരിക്കുന്നു എന്നിവിടെ കാണുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ നന്മ നിറഞ്ഞ മനസ്സിന് കർമ്മഫലം ലഭിക്കുന്നു എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ ചിന്തിച്ച് തളർന്ന് ഇരുന്നിടത്ത് നിന്ന് ഭഗവാൻ വെളിച്ചം നൽകി നിങ്ങളെ പിടിച്ചുയർത്തുകയാണ്, കൈപിടിച്ചുയർത്തുകയാണ്. അതിനായി പുതുവഴികൾ, പുതിയ അവസരങ്ങൾ ഭഗവാൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും എന്ന് തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായ സന്ദേശം, മറ്റുള്ളവരോട് പെട്ടെന്ന് ക്ഷമിക്കുന്ന നിങ്ങളുടെ പ്രകൃതം, സ്വഭാവം പ്രശംസനീയമാണ് എന്നാണ്. അവരോട് നിങ്ങൾ ക്ഷമിച്ചാലും അവർ നിങ്ങളോട് എന്തു ചെയ്തു എന്ന് ഒരിക്കലും മറക്കരുത്. അതൊരു പാഠമാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഇനിയും അത്തരം അബദ്ധങ്ങൾ നിങ്ങൾക്ക് പിണയുവാൻ പാടുള്ളതല്ല. അത് നിങ്ങളെ വീണ്ടും വീണ്ടും, അതായത് ഈ കാര്യം മറക്കുന്നതിലൂടെ വീണ്ടും വീണ്ടും തോൽപ്പിക്കാൻ അതൊരു കാരണമാകാം. അതിനാൽ പാസ്റ്റ് ലൈഫിൽ അനുഭവിച്ച ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും, പ്രത്യേകിച്ചും മറ്റുള്ളവരാൽ അനുഭവിച്ച ദുഃഖങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി മാറ്റം വരുത്തുന്നു എന്ന് തന്നെയാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. ഹൃദയം നുറുങ്ങുന്ന വേദനയ്ക്ക്
ഒരു മാറ്റം കടന്നു വരുന്നു. നിങ്ങൾ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നിങ്ങളുടെ ചാരത്തിൽ നിന്നും ആർക്കും തൊടാൻ സാധിക്കാത്ത വിധം ഉയർന്നു പൊങ്ങുന്നു എന്ന് ഭഗവാൻ പറയുന്നു. ഇത് ഭഗവാൻ നിങ്ങളിലേക്ക് നൽകുന്ന അനുഗ്രഹത്താലാകുന്നു. ഇപ്പോഴാണ് ശരിയായ സമയം. അതിനാൽ നിങ്ങളിലെ നിരാശയും ദുഃഖവും മാറാൻ നിങ്ങളുടെ നെറുകയിൽ ഭഗവാൻ കൈവച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ആ പോസിറ്റീവായ ഊർജം നിങ്ങൾ സ്വയം അനുഭവിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നതാണ്. ചെറുതോ വലുതോ ആകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് പോകണം എന്ന രീതിയിൽ നിങ്ങൾ ശ്രമിക്കാൻ അഥവാ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. അതിനുള്ള തുടക്കമായിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇനി എന്ത് തന്നെ ചെയ്താലും ഒരു ഗുണവുമില്ല എന്ന ചിന്താഗതിക്ക് മാറ്റം വരുന്നു. ഇനിയും സമയം വൈകിയിട്ടില്ല. ഇനിയും നിങ്ങൾക്ക് ശ്രമിക്കാം. ഇനി ശ്രമിച്ചാൽ മുൻപത്തേക്കാൾ നിങ്ങൾ ഉയരുവാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം നിങ്ങൾക്ക് വരുന്നു എന്ന് കാണുന്നു. അത്തരം വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ മടി, അലസത എല്ലാം മാറുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതിന് പകരമായി ഉയരാനുള്ള ഒരു വെമ്പൽ, അതിനായി കഠിനമായ ഒരു പ്രയത്നം ഇവിടെ കാണുവാൻ സാധിച്ചിട്ടുള്ളതാണ്. ഇത് വളരെ ശുഭകരമാണ്. നിങ്ങളിൽ വലിയ മാറ്റം തന്നെയാണ് സംഭവിക്കുന്നത് എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ ആത്മവിശ്വാസത്തോടെ നേരിടും എന്ന് കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതായ മാറ്റങ്ങൾ അത് നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ടാകാം, അതായത് പുതിയ ജോലിയാകാം, അല്ലെങ്കിൽ പുതിയൊരു കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യമാകാം, അല്ലെങ്കിൽ പുതിയൊരു ശീലമാകാം. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ദീർഘനാളായി നടക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യം ഉടനെ ജീവിതത്തിൽ നടക്കും എന്നാണ് കാണുന്നത്. ഈ വലിയ ഒരു മാറ്റത്തിനായി പ്രപഞ്ചം അതിനനുസരിച്ചുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു എന്നാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. മാറ്റം കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ മാറ്റം കൊണ്ടുവരും എന്ന് കാണുവാൻ സാധിക്കുന്നു. കൂടാതെ നിങ്ങൾ ജീവിതത്തിൽ എന്തിനോ അഥവാ ഏതോ ഒരു കാര്യത്തിനായി കൂടുതൽ ആഗ്രഹിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. അത് പണമാകാം, സ്നേഹമാകാം, അംഗീകാരമാകാം. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ, അത് ശരിയായ രീതിയിൽ ആഗ്രഹിക്കുന്നു എങ്കിൽ, അത് നിങ്ങളിലേക്ക് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി കൊണ്ടുവരും, വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. കൃത്യമായ പ്ലാനോടുകൂടി ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ തയ്യാറാകുന്നു, അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ലക്ഷ്യത്തിലേക്ക് എന്നാൽ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുന്നു എന്നുള്ളതാണ്. അതായത് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ നിങ്ങൾ കഠിനമായ പരിശ്രമങ്ങൾ നടത്തുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. കൃത്യമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു. പുതിയ ജോലിയിൽ നിങ്ങൾ പ്രവേശിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അനുകൂലമാകാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ തുടക്കം കുറിക്കും എന്നും കാണുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം, അതായത് ഒരു ബിസിനസ് ആരംഭിക്കുവാനുള്ള സാധ്യതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം, അല്ലെങ്കിൽ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചിരിക്കുന്നതായ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം കൂടി ഉണർവ് വന്ന് ചേരുന്നതായ സാഹചര്യമാകാം. പരിശ്രമങ്ങൾക്ക് തക്കതായ ഫലം തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. വന്നു ചേരുന്ന ഈശ്വരാനുഗ്രഹത്താലും നിങ്ങളുടെ കർമ്മഫലത്താലുമാണ് ഇപ്രകാരം നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി വ്യത്യസ്തമായ ലക്ഷ്യത്തിലേക്കായി നിങ്ങൾ പരിശ്രമിക്കുന്ന സമയം വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. നിങ്ങളുടെ തകർച്ചകൾ അവസാനിച്ചിരിക്കുന്നതായ സാഹചര്യം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുവാൻ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള ചില പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് അവസാനിച്ചിരിക്കുന്നു എന്നും കാണുവാൻ സാധിക്കുന്നു. ഇനി നിങ്ങളുടെ വഴി
കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ നിങ്ങളിലേക്ക് അഥവാ നിങ്ങളിൽ വന്നു ചേർന്നിരിക്കുന്നതായ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന ആ അഭിനിവേശം അത് നിങ്ങൾക്ക് തുടരുവാൻ സാധിക്കും എന്നുള്ളതാണ് കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്ക് ആ കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി കൊണ്ടുവരും എന്ന് കാണുവാൻ സാധിക്കുന്നു. അടിയുറച്ച് തന്നെ നിങ്ങൾ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. എന്നാൽ പോസിറ്റീവായ ഊർജം ഒരിക്കലും കൈവിടാൻ പാടില്ല എന്ന കാര്യം ഓർക്കണം. ഏതൊരു പ്രശ്നത്തെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള ആത്മവിശ്വാസം, ഈശ്വരാധീനം നിങ്ങളിലുണ്ട്. ഈശ്വരൻ തന്നെ നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനാൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ, സാഹചര്യങ്ങൾ ഭഗവാനായി തന്നെ നിങ്ങൾക്ക് നൽകും. എന്നാൽ അത് തിരിച്ചറിഞ്ഞ് അത് നിങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്.